നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കേരളം തലകുനിക്കുകയാണ്, സ്നേഹാദരങ്ങളോടെ ചേർത്ത് പിടിക്കുകയാണ് സൈന്യത്തെ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒടുവിൽ ബെയിലി പാലം തുറന്നുകൊടുത്തിരിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ ഇരച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ തുടച്ചു നീക്കിയ മുണ്ടക്കൈയിലേക്ക് കടക്കാനുള്ള ബെയിലി പാലം ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാക്കി. ബുധനാഴ്ച തുടങ്ങിയ നിർമ്മാണം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണ സജ്ജമാക്കിയ പാലത്തിലൂടെ വൈകിട്ട് 5:50 ആദ്യ വാഹനം കടത്തിവിട്ടു. രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും വലിയ ആശ്വാസമായാണ് പാലം തുറന്നിരിക്കുന്നത്. ദുരന്തത്തിൽ തുടച്ചു നീക്കപ്പെട്ട മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നവരെ കണ്ടെടുക്കുന്നതിന് വേഗമേകാൻ ബെയിലി പാലം ഏറെ സഹായം ചെയ്യും. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത്. മണ്ണും ചെളിയും മാറ്റിയുള്ള രക്ഷാദൌത്യത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ മുണ്ടക്കൈയിലേക്ക് ഇനി വേഗത്തിൽ എത്തിക്കാൻ കഴിയും. അതിവേഗത്തിൽ തീർത്ത പാലത്തിൽ സൈനിക വാഹനവും കയറ്റിയിട്ടുണ്ട്. മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശന മാർഗമായ ഏക പാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമാണ് ഇതുവരെ ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയതും കുടുങ്ങിക്കിടന്നവരെ പുറത്തെത്തിച്ചതും എല്ലാം. ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ പുഴയിലൂടെ ഇറക്കിയാണ് എത്തിച്ചത്. ഒരു ഗ്രാമം തന്നെ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായിട്ടുണ്ട്. ഇവിടെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി കൂടുതൽ വലിയ വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കണം. മുണ്ടക്കൈയിലേക്ക് രാജ്യത്ത് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ചൂരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ വേഗം കൂടും. 24 ടൺ ശേഷിയാണ് പാലത്തിനുള്ളത്. 190 അടി നീളവുമുണ്ട്. പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് പാലത്തിന്റെ തൂണ് സ്ഥാപിച്ചിരിക്കുന്നത്. JCBയും ഹിറ്റാച്ചിയും ആംബുലൻസും എല്ലാം പോകാൻ ശേഷിയുള്ള കരുത്തുള്ള പാലമാണ് ഇത്. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് നഥാവത്താണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിച്ചത്. പ്രധാന പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. പ്രധാന പാലം വഴിയുള്ള വാഹന നീക്കങ്ങൾക്ക് തടസ്സം നേരിടാതെ രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ സഹായകമാകുന്ന നിലയിലാണ് ചെറിയ പാലം നിർമ്മിക്കുന്നതെന്നാണ് വിവരങ്ങൾ. എന്നാൽ ഇതിനിടെ ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ രക്ഷാപ്രവർത്തനം എത്ര നാൾ നീളുമെന്ന് പറയാൻ കഴിയില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥ രക്ഷാദൌത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് മേജർ ജനറൽ VT മാത്യു പറഞ്ഞിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി സന്നദ്ധ പ്രവർത്തകർ എത്തുന്നത് സൈന്യത്തിന് സഹായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ യോഗത്തിലാണ് ഓരോരുത്തരും എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. അതനുസരിച്ചാണ് ഓരോരുത്തരും അടുത്ത ദിവസം ഓരോരുത്തരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. സൈന്യത്തിന്റെ പക്കൽ ആവശ്യമായ എല്ലാ സന്നാഹങ്ങളുമുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ വരുത്താനായി ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞിട്ടുണ്ട്. സൈന്യത്തിന്റെ കൈവശമുള്ള റഡാറുകളും എത്തിക്കും. JCBകളും എക്സ്കവേറ്ററുകളും ആവശ്യത്തിന് ഇവിടെയുണ്ട്. സംസ്ഥാനം വിളിച്ചിട്ടാണ് സൈന്യം ഇവിടെ എത്തിയത്. ഇനി നിങ്ങളുടെ ആവശ്യമില്ല എന്ന് സംസ്ഥാനം പറയുന്നതുവരെ ഞങ്ങൾ ഇവിടെ തുടരുമെന്നും മേജർ ജനറൽ VT മാത്യു പറഞ്ഞു. അതേസമയം 100 കണക്കിന് മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ ഡ്രോണിന്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സഹായം തേടുകയാണ് അധികൃതർ. മുണ്ടക്കൈയിൽ ജീവനോടെയുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തിയെന്നും അവശേഷിക്കുന്നത് മൃതദേഹങ്ങൾ മാത്രമാണെന്നുമാണ് വിലയിരുത്തൽ. ഷിരൂർ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഡ്രോൺ വയനാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണിനടിയിൽ കിടക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നതിന് ഷിരൂരിൽ ഉപയോഗിച്ച ഡ്രോൺ ഉപയോഗിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.